കത്തോലിക്ക സഭയിൽ വിവിധ വിശുദ്ധർ വ്യത്യസ്ത ജീവിതാന്തസ്സുകളുടെ മധ്യസ്ഥരായി അറിയപ്പെടുന്നുണ്ട്. എന്നാൽ ഹാസ്യാനുകരണം അഥവാ മിമിക്രി കാട്ടുന്നവരുടെ മധ്യസ്ഥനായും ഒരു വിശുദ്ധനുണ്ട്. 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന റോമിലെ വിശുദ്ധ ജനേഷ്യസ് ആണ് ഹാസ്യാനുകരണം നടത്തുന്നവരുടെയും അഭിനേതാക്കളുടെയും വിശുദ്ധനായി ആദരിക്കപ്പെടുന്നത്. ഡയക്ലേഷ്യൻ ചക്രവർത്തിയുടെ സദസ്സിലെ വിദൂഷകനായിരുന്നു ജനേഷ്യസ്. ക്രിസ്ത്യാനികൾ മാമോദീസ മുങ്ങുന്നതിനെ ഹാസ്യാത്മകമായി അനുകരിച്ച് കാണികളെ ചിരിപ്പിക്കുന്നതായിരുന്നു പ്രധാന ഐറ്റം. ഒരിക്കൽ മാമോദീസ വെള്ളം തലയിൽ വീണ ജനേഷ്യസിന് സ്വർഗത്തിൻ്റെ ദർശനമുണ്ടായി. തുടർന്ന് അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചു തുടങ്ങി. തമാശയെന്ന് കരുതിയ കളി കാര്യമായതോടെ പരിപാടി അവസാനിപ്പിക്കാൻ കൊട്ടാരം സേവകർ ആവശ്യപ്പെട്ടു. എന്നാൽ ജനേഷ്യസ് ആകട്ടെ ചക്രവർത്തിയെയും ക്രിസ്ത്യാനിയാകാൻ ക്ഷണിച്ചു. കുപിതനായ ഡയോക്ലീഷ്യൻ ജനേഷ്യസിനെ തുറുങ്കിലടച്ച് ക്രൂരമായി പീഡിപ്പിക്കാൻ ഉത്തരവിട്ടു. എന്നിട്ടും ക്രിസ്തീയ മാർഗത്തിൽ നിന്നും പിന്തിരിയാൻ വിസമ്മതിച്ച ജനേഷ്യസിനെ ഒടുവിൽ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. തിരക്കഥാ രചയിതാക്കളുടെയും മധ്യസ്ഥനായി കരുതി ഈ വിശുദ്ധനോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അപസ്മാര രോഗികൾക്ക് സൗഖ്യം പകരുന്ന പുണ്യവാനായും വിശുദ്ധ ജനേഷ്യസ് വണങ്ങപ്പെടുന്നു. നാടകക്കാർ ഉപയോഗിക്കുന്ന പൊയ്മുഖം ഒരു കൈയിലും മാമോദീസ സ്നാനത്തൊട്ടി മറുകൈയിലും ഏന്തി നിൽക്കുന്ന വിശുദ്ധൻ്റെ പ്രതിമ പ്രസിദ്ധമാണ്. റോമിലെ വിശുദ്ധ സൂസന്നയുടെ ദേവാലയത്തിൽ വിശുദ്ധ ജനേഷ്യസിൻ്റെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 25-നാണ് തിരുനാൾ.